ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാണ്ടറിംഗ് ജൂ പ്ലാന്റ് കുറ്റിയായി നട്ട് വളർത്തുന്ന ഒരു രീതിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് യൂട്യൂബിൽ തന്നെ ആദ്യമായാണ്. ഇതിനു മുമ്പ് ഈ ഒരു മെത്തേഡ് ആരും തന്നെ ചെയ്തിട്ടില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വാണ്ടറിംഗ് ജൂ പ്ലാന്റ് നടാനായി ഞാൻ ഇവിടെ ഒരു നെറ്റാണ് എടുത്തിട്ടുള്ളത്. പച്ച നിറത്തിലുള്ള ഒരല്പം കട്ടിയുള്ള നെറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ നെറ്റിനെ ഞാനൊന്ന് തുല്യമായിട്ട് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അതൊന്ന് കൂട്ടി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒരു വെളുത്ത നൂല് കൊണ്ടാണ് കെട്ടിയിട്ടുള്ളത്. കാരണം നമുക്ക് ഈ ഒരു നെറ്റിനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇതേപോലെ ആ ഒരു രീതിയിൽ നമ്മൾ നൂലൊക്കെ കൊണ്ട് നന്നായിട്ട് കെട്ടി ഇതേപോലെ ആക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു നെറ്റിനെ ഈ ഒരു പച്ച വല കൊണ്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്നത് നമ്മൾ ഈ നെറ്റിനുള്ളിലേക്ക് ഈ ഒരു പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് മണ്ണ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഞാനിവിടെ ഒരു പലക എടുത്തിട്ട് മണ്ണിലേക്ക് നന്നായിട്ട് തറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു ഇരുമ്പ് കമ്പി ഇതേപോലെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച നെറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മണ്ണിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ മണ്ണ് എടുത്തിട്ടുണ്ട്. ഇവിടെ കറുത്ത മണ്ണാണ് കൂടുതലും ഉള്ളത്. ആ ഒരു മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മണ്ണിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ പൊതിഞ്ഞ ആ ഒരു വല റിമൂവ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്തുകൊണ്ട് വരണം. അതിനുശേഷം ഇതിലേക്ക് നട്ട് കൊടുത്താൽ മതി. ഇതേപോലെ ഇതിൻ്റെ ഓരോ കണ്ണിക്കുള്ളിലും നന്നായിട്ട് ഫില്ല് ചെയ്ത് വേണം നടാൻ. എങ്കിലേ ഭംഗിയായിട്ട് നിൽക്കത്തുള്ളൂ, നല്ല കുറ്റിയായിട്ട് തോന്നത്തുള്ളൂ. എല്ലാവരും ഈ ഒരു പ്ലാന്റ് കൂടുതൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെയാണ് വളർത്തുന്നത്. എന്നാൽ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കുറ്റിയായിട്ട് വളരും, നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ഗാർഡനിൽ എവിടെ വേണേലും സെറ്റ് ചെയ്യാം. വളരെ കളർഫുള്ളായ ഒരു പ്ലാന്റാണ് വാണ്ടറിംഗ് ജൂ. ഈ പ്ലാന്റിന് ഒരുപാട് കെയറിംഗ് ഒന്നും ആവശ്യമില്ല. ഈ പ്ലാന്റിൻ്റെ ഇലയ്ക്ക് 2 നിറങ്ങൾ വരുന്നുണ്ട്. നല്ല ഒരു ഡിസൈനുള്ള ഇലകളാണ്. സൂര്യപ്രകാശം ഉള്ളയിടത്ത് ഈ പ്ലാന്റ് വെച്ചാൽ പെട്ടെന്ന് ഇലകളുടെ നിറം കൂടി വരുന്നതായിട്ട് കാണാം. അതുപോലെ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഈ പ്ലാന്റ് വെക്കാവുന്നതാണ്. ഹാങ് ചെയ്ത് വെക്കുന്നതിൽ നല്ലത് ഇതുപോലെ കുറ്റിയായി വളർത്തുന്നതാണ്. ഈ പ്ലാന്റ് എവിടെ നട്ടാലും പടർന്ന് കിളിർക്കും. ഇതിന് വളം പോലും ആവശ്യമില്ല. ഈ രീതിയിൽ നടുമ്പോൾ ഞാനിവിടെ ഒരു വളവും ഉപയോഗിച്ചിട്ടില്ല, മണ്ണ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ അളവ് കൂടരുത്. തണ്ട് പെട്ടെന്ന് അഴുകി പോകുന്നതായിട്ട് കാണാം. പിന്നെ ഒരു ഗ്രേയും വയലറ്റും ഒക്കെ ചേർന്ന് നല്ല ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് ഈ പ്ലാന്റിന്. ഇനിയിപ്പോൾ എന്തെങ്കിലും വളം ഈ ഒരു പ്ലാന്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാണകപ്പൊടി ആയിരിക്കും ഏറ്റവും നല്ലത് കൊടുക്കാൻ വേണ്ടി. അല്ലാതെ നമ്മൾ മറ്റ് രാസവളങ്ങളൊന്നും ഉപയോഗിക്കരുത് ഈ ഒരു പ്ലാന്റിന്. ഇതിന് ഒരു വളവും ഇല്ലാതെ തന്നെ വളരുന്ന ഒരു പ്ലാന്റാണിത്. പിന്നെ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം മറക്കാതെ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു രീതിയിലൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഗാർഡന് ഭംഗി കൂട്ടണം. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.